ഫോട്ടോഗ്രാഫി സിമ്പിളാക്കാനുള്ള 2 ക്യാമറ മോഡുകളെ പറ്റിയാണ് നമ്മൾ സംസാരിക്കുന്നത്. വെൽക്കം ടു ലൈറ്റ് മാഗ്നറ്റ്. ഞാൻ ദിലീപ്. ഇപ്പോൾ നമ്മൾ മാനുവൽ മോഡിൽ ഫോട്ടോ എടുക്കുന്ന സമയത്ത് കറക്റ്റായിട്ടുള്ളൊരു എക്സ്പോഷർ സെറ്റ് ചെയ്യാനായിട്ട് നമ്മൾ ബുദ്ധിമുട്ടാറുണ്ടല്ലേ. ഇപ്പോൾ നമ്മൾ സെറ്റ് ചെയ്യുന്ന അപ്പർച്ചറിന് അഗെയിൻസ്റ്റുള്ളൊരു ഷട്ടർ സ്പീഡ് കറക്റ്റ് ആകുന്നില്ല, അല്ലെങ്കിൽ ഷട്ടർ സ്പീഡ് സെറ്റ് ചെയ്യുമ്പോൾ അപ്പർച്ചർ കറക്റ്റ് ആകുന്നില്ല. അങ്ങനെ വരുന്നൊരു സമയത്ത് നമ്മളെ ക്യാമറനെ ഹെൽപ്പ് ചെയ്യുന്ന 2 മോഡുകളാണ് അപ്പർച്ചർ പ്രയോറിറ്റിയും ഷട്ടർ പ്രയോറിറ്റിയും. ഇത് രണ്ടും സെമി മാനുവൽ അല്ലെങ്കിൽ സെമി ഓട്ടോമാറ്റിക് എന്ന് പറയാവുന്ന 2 മോഡുകളാണ്. അതെങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് നമുക്ക് നോക്കാം. പേര് സജസ്റ്റ് ചെയ്യുന്ന പോലെ തന്നെ അപ്പർച്ചർ പ്രയോറിറ്റിയിൽ ഫോട്ടോഗ്രാഫറിന് പ്രയോറിറ്റി അപ്പർച്ചറിൻ്റെ വാല്യൂവിന് തന്നെയാണ്. അതായത് എഫ് സ്റ്റോപ്പ് മാത്രമാണ് ഫോട്ടോഗ്രാഫർ കൺട്രോൾ ചെയ്യുന്നത്. ISOയും ഷട്ടർ സ്പീഡും കൺട്രോൾ ചെയ്യുന്നത് ക്യാമറ തന്നെയാണ്. അപ്പം അപ്പർച്ചർ കൺട്രോൾ ചെയ്യുന്നത് വഴി എന്താണ് നമുക്ക് നമ്മുടെ സീനിൽ ചേഞ്ച് വരാൻ പോകുന്നത്? അപ്പർച്ചർ വാല്യൂ മാറുന്നതനുസരിച്ച് നമ്മളുടെ സീനിൽ ഡെപ്ത് ഓഫ് ഫീൽഡ് മാറും. ഡെപ്ത് ഓഫ് ഫീൽഡ് എന്ന് പറഞ്ഞാൽ ഫോക്കസ്ഡ് ആയ സബ്ജക്റ്റ് അല്ലാതെ ബാക്ക്ഗ്രൗണ്ടിലോ ഫോർഗ്രൗണ്ടിലോ എത്രമാത്രം ഡീറ്റെയിൽസ് ഇൻക്ലൂഡഡ് ആണ് എന്നുള്ളതാണ് ഡെപ്ത് ഓഫ് ഫീൽഡ് എന്ന് ഉദ്ദേശിക്കുന്നത്. അപ്പം അപ്പർച്ചർ പ്രയോറിറ്റിയിൽ നമ്മൾ ഡെപ്ത് ഓഫ് ഫീൽഡ്, ഷട്ടർ സ്പീഡ്, ISO എങ്ങനെയാണ് ക്യാമറ സെറ്റ് ചെയ്യുന്നതെന്ന് നമുക്ക് ലൈവ് വ്യൂവിൽ നിന്ന് പോയി നോക്കാം. ഞാനിപ്പോൾ ഈ ക്യാമറ സെറ്റ് ചെയ്തിരിക്കുന്നത് അപ്പർച്ചർ പ്രയോറിറ്റി മോഡിലാണ്. അപ്പോൾ അപ്പർച്ചർ പ്രയോറിറ്റി മോഡിൽ നമ്മൾ അപ്പർച്ചറിൻ്റെ സൈസും പിന്നെ ഡെപ്ത് ഓഫ് ഫീൽഡ് മാത്രമേ കൺട്രോൾ ചെയ്യുന്നുള്ളൂ. എക്സ്പോഷർ കൺട്രോൾ ചെയ്യുന്നത്, അതായത് ഷട്ടർ സ്പീഡും ISOയും കൺട്രോൾ ചെയ്യുന്നത് ക്യാമറ തന്നെയായിരിക്കും. അപ്പോൾ ഞാൻ ഈ സീനിൽ സെറ്റ് ചെയ്തിരിക്കുന്ന അപ്പർച്ചർ വാല്യൂ f1.8 ആണ്. അപ്പം അതിന് എക്സ്പോഷർ കോമൺ സെറ്റ് ചെയ്യുന്ന ഒരു ഷട്ടർ സ്പീഡായിട്ടുള്ള 1/60 ആണ് ക്യാമറ സെറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പർച്ചർ മാറുന്നതനുസരിച്ച് നമുക്ക് ഈ ക്യാമറയുടെ സെറ്റിങ്സും സീനിലെ ഡെപ്ത് ഓഫ് ഫീൽഡും എങ്ങനെയാണ് മാറുന്നതെന്ന് നമുക്ക് നോക്കാം. ഇപ്പം നമ്മൾ f1.8 നിന്ന് f18 ആക്കിയപ്പം നമുക്ക് കാണാം ഷട്ടർ സ്പീഡ് 1/13 ആയി. നമ്മൾ അപ്പർച്ചർ പ്രയോറിറ്റിയിൽ ഫോട്ടോ എടുക്കുന്ന സമയത്ത് നമ്മൾ കോമ്പോസിഷനും ഡെപ്ത് ഓഫ് ഫീൽഡും മാത്രം നമ്മൾ ശ്രദ്ധിച്ചാൽ മതി. ബാക്കി എക്സ്പോഷർ എങ്ങനെ കൺട്രോൾ ചെയ്യും എന്നുള്ളത്, അതായത് ISO അഡ്ജസ്റ്റ് ചെയ്യുക, ഷട്ടർ സ്പീഡ് അഡ്ജസ്റ്റ് ചെയ്യുക എന്നുള്ളത് ക്യാമറ തന്നെ നമുക്ക് വേണ്ടി കൺട്രോൾ ചെയ്ത് തരും. നമുക്ക് ഈ ഇമേജസ് ഒന്ന് കമ്പയർ ചെയ്ത് നോക്കാം. അപ്പോൾ നമ്മൾ ചെറിയ എഫ് സ്റ്റോപ്പ് വാല്യൂ ആയിരുന്നു, അതായത് 1.8 ആയിരുന്ന സമയത്ത് നമ്മുടെ ഷട്ടർ സ്പീഡ് 1/60 ആയിരുന്നു, ISO 160 ആയിരുന്നു. അതേസമയം നമ്മൾ f22 ആക്കി കഴിഞ്ഞപ്പോൾ അതിന് ഷട്ടർ സ്പീഡ് കുറയുകയും ISO കൂടുകയും ചെയ്തത്. ഷട്ടർ സ്പീഡ് 1/8ഉം ISO 3200 ആക്കി ക്യാമറ അഡ്ജസ്റ്റ് ചെയ്ത് എക്സ്പോഷർ സെയിം ആക്കി. അതുപോലെ തന്നെ ഡെപ്ത് ഓഫ് ഫീൽഡിന് ഒരുപാട് ഇമ്പോർട്ടൻസ് ഉള്ള ഒരു ടൈപ്പ് ഓഫ് ഫോട്ടോഗ്രാഫിയാണ് പോർട്രേച്ചർ. അപ്പോൾ പോർട്രേറ്റ് പടങ്ങൾ എടുക്കുന്ന സമയത്ത് നമുക്ക് എപ്പോഴും നമ്മളുടെ സബ്ജക്റ്റിനായിരിക്കും നമുക്ക് ഫോക്കസിൽ നിൽക്കേണ്ടത്. ബാക്കിയുള്ള ബാക്ക്ഗ്രൗണ്ട് ഒരുപാട് ഡിസ്ട്രാക്റ്റിംഗ് ആയിട്ടുള്ള എലമെൻറ്റ്സ് ഉണ്ടാവും. അപ്പോൾ അതൊന്നും നമുക്ക് ഇമ്പോർട്ടൻ്റ് അല്ല. നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് നമ്മുടെ സബ്ജക്റ്റ് മാത്രമായിരിക്കും. അപ്പം നമ്മൾ ആ സബ്ജക്റ്റിനെ ഫോക്കസിൽ നിർത്തിക്കൊണ്ട് ബാക്ക്ഗ്രൗണ്ടിലുള്ള ഡിസ്ട്രാക്റ്റിംഗ് ആയിട്ടുള്ള എല്ലാ എലമെൻറ്റ്സും നമ്മൾ ബ്ലർ ആക്കിയിട്ടെടുക്കും. അതിന് വേണ്ടിയിട്ട് നമ്മൾ മാക്സിമം വൈഡ് ആയിട്ടുള്ള ഒരു അപ്പർച്ചറാണ് ചൂസ് ചെയ്യേണ്ടത്. നമ്മൾ ആ അപ്പർച്ചറിൻ്റെ സൈസ് അപ്പർച്ചറിൻ്റെ വാല്യൂ കൂട്ടുന്നതനുസരിച്ച്, അതായത് അപ്പർച്ചറിൻ്റെ സൈസ് ചെറുതാവും, ഹോള് ചെറുതാവും. അപ്പർച്ചറിൻ്റെ വാല്യൂ കൂടുന്നതനുസരിച്ച് നമ്മളുടെ ബാക്ക്ഗ്രൗണ്ടിലുള്ള ഡീറ്റെയിൽസ് കൂടി ഇൻക്ലൂഡഡ് ആവും, അതായത് ഡെപ്ത് ഓഫ് ഫീൽഡ് കൂടും. ഇപ്പോൾ നമുക്ക് ഈ ഒരു സീനിൽ കാണാൻ പറ്റും, നമുക്ക് നമ്മളുടെ ഫോക്കസിലുള്ള കുട്ടിയല്ലാതെ നമുക്ക് ബാക്ക്ഗ്രൗണ്ടിലുള്ള ഡിസ്ട്രാക്റ്റിംഗ് ആയിട്ടുള്ള പല എലമെൻറ്റ്സ് ഉണ്ട്, ചെടികളുണ്ട്, റബ്ബർ ഷീറ്റ് ഉണക്കാനിട്ടിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമുക്ക് ഒഴിവാക്കാനായിട്ട് നമ്മൾ മാക്സിമം വൈഡ് ഓപ്പൺ ആയിട്ടുള്ള ഒരു അപ്പർച്ചറിനെ ചൂസ് ചെയ്യുക. അപ്പർച്ചർ പ്രയോറിറ്റി നമ്മൾ യൂസ് ചെയ്യുന്ന സമയത്ത് നമ്മളുടെ ഷട്ടർ സ്പീഡ് ഒരുപാട് കുറഞ്ഞു പോകാതിരിക്കാനും ISO ഒരുപാട് കൂടിപ്പോകാതിരിക്കാനും വേണ്ടിയിട്ട് നമ്മൾ 2 സെറ്റിങ്സ് കൂടെ നമ്മൾ ക്യാമറയിൽ ചെയ്യാനുണ്ട്. അതായത് മാക്സിമം ISOയും മിനിമം ഷട്ടർ സ്പീഡും. ഈ 2 സെറ്റിങ്സ് നമ്മൾ കറക്റ്റായിട്ട് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഇമേജസൊക്കെ ഷാർപ്പായിട്ടും പിന്നെ നോയ്സൊക്കെ കുറഞ്ഞിട്ടിരിക്കും. അപ്പം ഓരോ ക്യാമറയിലും ഇതിൻ്റെ 2ൻ്റെ വാല്യൂസ് വ്യത്യാസമായിരിക്കും. അപ്പോൾ അത് ഏതാണോ നിങ്ങളുടെ ക്യാമറ സപ്പോർട്ട് ചെയ്യുന്നത് അതനുസരിച്ചുള്ളൊരു വാല്യൂ സെറ്റ് ചെയ്യാൻ ശ്രമിക്കുക. ഇപ്പോൾ നമ്മൾ അപ്പർച്ചർ പ്രയോറിറ്റി കണ്ടല്ലേ. ഈ അപ്പർച്ചർ പ്രയോറിറ്റി എന്ന് പറയുന്നത് നമുക്ക് ഓൾമോസ്റ്റ് എല്ലാ സീനിലും നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു മോഡാണ് അപ്പർച്ചർ പ്രയോറിറ്റി എന്ന് പറയുന്നത്. അതിപ്പോൾ നമ്മളൊരു കാര്യം ഓർത്താൽ, നമ്മൾ പോർട്രേറ്റ് ഒക്കെയാണ് എടുക്കുന്നത്, നമ്മുടെ സബ്ജക്റ്റിനാണ് പ്രയോറിറ്റി കൊടുക്കുന്നതെങ്കിൽ നമ്മൾ എപ്പോഴും ചെറിയൊരു എഫ് സ്റ്റോപ്പ് നമ്പർ ഉപയോഗിക്കുക. അതല്ല നമ്മളൊരു ലാൻഡ്സ്കേപ്പാണ് ഷൂട്ട് ചെയ്യുന്നത്, നമുക്ക് നമ്മുടെ ഡെപ്ത് ഓഫ് ഫീൽഡിനകത്ത് ഒരുപാട് ഡീറ്റെയിൽസ് നമുക്ക് കവർ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ വലിയൊരു എഫ് സ്റ്റോപ്പ് നമ്പർ ഉപയോഗിക്കുക. അപ്പോൾ പോർട്രേറ്റ്സ് ആണെങ്കിൽ നമ്മൾ ചെറിയ എഫ് സ്റ്റോപ്പ്, അതായത് 1.8 അല്ലെങ്കിൽ 1.4 ഉപയോഗിക്കുക. ലാൻഡ്സ്കേപ്പ് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ വലിയൊരു എഫ് സ്റ്റോപ്പ് നമ്പർ, അതായത് f8, f11 അല്ലെങ്കിൽ f16 അങ്ങനെ ഒരു എഫ് സ്റ്റോപ്പിലേക്ക് നമ്മൾ പോവുക. അപ്പോൾ നമുക്ക് ഒരുമാതിരിപ്പെട്ട സീനെല്ലാം കവർ ചെയ്യാമെന്ന് പറഞ്ഞു. എന്നാലും നമുക്ക് അപ്പർച്ചർ പ്രയോറിറ്റിയിൽ കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത കുറച്ച് സീനുകളുണ്ട്. അതായത് മോഷൻ, സബ്ജക്റ്റിൻ്റെ മോഷൻ നമുക്ക് കൺട്രോൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നമ്മളൊരു സബ്ജക്റ്റിനെ ഫ്രീസ് ചെയ്ത് നിർത്തണം എന്നുണ്ടെങ്കിൽ നമുക്ക് അപ്പർച്ചർ പ്രയോറിറ്റി എല്ലാ സമയത്തും നമ്മളെ രക്ഷിക്കണം എന്നില്ല. അപ്പോൾ നമുക്ക് ക്യാമറ നമ്മളെ രക്ഷിക്കുന്ന ഒരു മോഡാണ് ഷട്ടർ പ്രയോറിറ്റി എന്ന് പറയുന്നത്. ഷട്ടർ പ്രയോറിറ്റിയിൽ ഷട്ടർ സ്പീഡിനാണ് പ്രയോറിറ്റി. അപ്പർച്ചർ, ISO അങ്ങനെയുള്ള ബാക്കിയുള്ള ഫാക്ടേഴ്സ് എല്ലാം ക്യാമറേനെ കൺട്രോൾ ചെയ്യും. ഷട്ടർ സ്പീഡ് നമ്മൾ ഫോട്ടോഗ്രാഫറെ കൺട്രോൾ ചെയ്യും. അപ്പം അതാണ് ഷട്ടർ പ്രയോറിറ്റി മോഡ്. അപ്പോൾ ഷട്ടർ പ്രയോറിറ്റി മോഡ് ഉപയോഗിക്കുന്ന ഒരു സീൻ നമുക്കൊന്ന് ലൈവായിട്ട് കാണാം. അപ്പോൾ അതിനകത്ത് എങ്ങനെയാണ് അപ്പർച്ചർ വാല്യൂ അല്ലെങ്കിൽ ഡെപ്ത് ഓഫ് ഫീൽഡ് എങ്ങനെയാണ് വരുന്നത്, ISO എങ്ങനെയാണ് സെറ്റ് ചെയ്യുന്നതെന്നൊക്കെ നമുക്ക് ലൈവായിട്ട് നമുക്ക് ഈ വീഡിയോയിൽ നമ്മുടെ നന്ദുക്കോട്ടൻ തന്നെയാണ് നമ്മുടെ മോഡൽ.
അപ്പോൾ നമ്മൾ 2 ഷട്ടർ സ്പീഡിൽ ഇവൻ്റെ ഓട്ടോ ഒന്ന് നമുക്കൊന്ന് ഫ്രീസ് ചെയ്ത് നോക്കാം. ആദ്യം നമ്മൾ 1/500th ഇടുന്നു. ഇനി നമുക്കിത് 1/60th ആക്കാം. നമ്മൾ ഷട്ടർ സ്പീഡ് കുറച്ചുകൂടെ കുറയ്ക്കാൻ പോകണം. അന്നേരം ഇവർ ഓടി വരുമ്പം ഇവൻ്റെ ഓട്ടോ എങ്ങനെയാണ് ഫ്രീസ് ആവുന്നുണ്ടോ അതെന്തെങ്കിലും ബ്ലർ വരുന്നുണ്ടോ എന്ന് നമുക്ക് നോക്കാം. ഒന്നൂടെ ഓടി വാ. നമുക്കൊന്ന് കുറച്ച് ഫോട്ടോസ് എടുക്കാം. നമുക്ക് ഈ എടുത്ത പടങ്ങളൊക്കെ ഒന്ന് എടുത്ത് നോക്കാം. അപ്പം ഇതിനകത്ത് ഈ 1/60 എടുത്തത് നോക്കിയാൽ അറിയാം കൈയൊന്നും അതിൻ്റെ ഷാർപ്പല്ല. അപ്പോൾ മോഷൻ ബ്ലർ നല്ലതായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് 1/500 എടുത്ത പടങ്ങളൂടെ ഒന്ന് നോക്കാം. അപ്പോൾ അതിനകത്ത് നമുക്ക് നോക്കി കാണാം അതിൻ്റെ അതിൻ്റെ മോഷൻ എല്ലാം ഫ്രീസായിട്ടാണ് നിൽക്കുന്നത്, ഒന്നും ബ്ലറായിട്ടില്ല. അപ്പോൾ നമുക്ക് ക്യാമറ സെറ്റ് ചെയ്ത് f-stopഉം ISOയും കൂടെ നോക്കാം. അപ്പോൾ നമ്മൾ പറഞ്ഞു ഈ 2 മോഡിലും ഒരു ഫാക്ടർ ഒഴിച്ച് ബാക്കി 2 ഫാക്ടറും ക്യാമറയാണ് കൺട്രോൾ ചെയ്യുന്നതെന്ന് പറഞ്ഞു. അപ്പം ഫോട്ടോഗ്രാഫറിന് കുറച്ചുകൂടെ കൺട്രോൾ കിട്ടാൻ വേണ്ടിയിട്ട് ഈ 2 മോഡിൽ അപ്പർച്ചർ പ്രയോറിറ്റിയിലും ഷട്ടർ പ്രയോറിറ്റിയിലും നമ്മൾ ഉപയോഗിക്കുന്ന ഒരു ടെക്നിക്കാണ് എക്സ്പോഷർ കോമ്പൻസേഷൻ എന്ന് പറയുന്നത്. എല്ലാ ക്യാമറയിലും എക്സ്പോഷർ കോമ്പൻസേറ്റ് ചെയ്യാൻ പറ്റും. അതായത് ക്യാമറ സെറ്റ് ചെയ്യുന്ന എക്സ്പോഷർ അല്ലാതെ നമുക്ക് കുറച്ച് അണ്ടർ അല്ലെങ്കിൽ ഓവർ എക്സ്പോസ്ഡ് ആക്കണം എന്നുണ്ടെങ്കിൽ എക്സ്പോഷർ കോമ്പൻസേഷൻ എന്ന് പറയുന്ന ടെക്നിക്ക് ഉപയോഗിക്കാൻ പറ്റും. അതെങ്ങനെയാണെന്നൂടെ നമുക്ക് ലൈവ് വ്യൂവിൽ പോയിട്ട് നോക്കാം. ഇപ്പോൾ ഞാനിവിടെ അപ്പർച്ചർ പ്രയോറിറ്റിയാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പം അപ്പർച്ചർ പ്രയോറിറ്റി നമ്മൾ യൂസ് ചെയ്യുന്ന സമയത്ത് ഈ എക്സ്പോഷർ ഡയൽ തിരിക്കുമ്പോൾ ഷട്ടർ സ്പീഡാണ് അഡ്ജസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ആരോ ഇട്ട ഭാഗത്ത് നോക്കുകയാണെങ്കിൽ കാണാം നമ്മൾ ഡയൽ തിരിക്കുന്നതനുസരിച്ച് ഷട്ടർ സ്പീഡ് അഡ്ജസ്റ്റ് ആകുന്നുണ്ട്. അതനുസരിച്ച് നമ്മൾ അണ്ടർ എക്സ്പോസ്ഡ് ആയി പോകുന്നുണ്ട്. അപ്പം ഇപ്പം നമ്മൾ മൈനസാണ്. ഇനി പോസിറ്റീവ് നമ്പേഴ്സിലോട്ട് പോയി കഴിഞ്ഞാൽ ഷട്ടർ സ്പീഡ് കുറച്ച് ഓവർ എക്സ്പോസ്ഡ് ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മൾ ക്യാമറ സെറ്റ് ചെയ്യുന്ന ഒരു ഷട്ടർ സ്പീഡ് അല്ലാതെ നമുക്ക് തന്നെ മാനുവലി ഓവർ റൈഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് എക്സ്പോഷർ കോമ്പൻസേഷൻ ഉപയോഗിക്കുന്നത്. ഇപ്പോൾ നമ്മൾ ഷട്ടർ പ്രയോറിറ്റിയിലാണെങ്കിൽ നമ്മൾ ഈ കോമ്പൻസേഷൻ ഡയൽ തിരിക്കുന്ന സമയത്ത് അപ്പർച്ചർ വാല്യൂ ആയിരിക്കും അഡ്ജസ്റ്റ് ആകുന്നത്. അപ്പോൾ നമ്മൾ ഇന്ന് എന്തൊക്കെയാണ് കണ്ടത്? അപ്പർച്ചർ പ്രയോറിറ്റി കണ്ടു, ഷട്ടർ പ്രയോറിറ്റി കണ്ടു, അതിനെ നമ്മൾ ഓവർ റൈഡ് ചെയ്യാനായിട്ടുള്ള എക്സ്പോഷർ കോമ്പൻസേഷൻ കണ്ടു. അപ്പം അപ്പർച്ചർ കുറച്ചുകൂടി സിമ്പിളാണ്. അപ്പർച്ചർ പ്രയോറിറ്റി എന്ന് പറയുന്നത് ഭയങ്കര സിമ്പിളായിട്ടുള്ളൊരു മോഡാണ്. അതായത് നമ്മൾ ഡെപ്ത് ഓഫ് ഫീൽഡിൽ മാത്രം കൺട്രോൾ ചെയ്താൽ മതി. പക്ഷേ ഷട്ടർ സ്പീഡിന് കുറച്ചുകൂടെ വൈഡായിട്ടുള്ള ഒരു ആപ്ലിക്കബിലിറ്റി ഉണ്ട്, കുറച്ചുകൂടെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. അപ്പം അതായിരിക്കും നമ്മളുടെ അടുത്ത വീഡിയോ. അപ്പോൾ അതുവരെ എല്ലാവർക്കും ബൈ.